ഗൈസ് മഴ കുട എന്ന് പറഞ്ഞ പോലെ മഴയ്ക്ക് ഒരു ക്ഷാമമില്ലത് ഇവിടെ തകർത്ത് പെയ്യുവാണ് കേട്ടോ മഴ. ഇന്ന് സ്കൂളുകൾക്കെല്ലാം അവധിയാണത്ര ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു കിണുങ്ങി എന്റെ കൂടെ കിണുങ്ങാനും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടേക്ക് പോവാണല്ലോ ഇപ്പൊ പിന്നാലെ വരും. അതാണ് അവസ്ഥ. വേറെ ആരും ഇല്ല കേട്ടോ, നമ്മുടെ അനിയത്തിക്കുട്ടി. രാവിലെ തന്നെ ഭയങ്കര സൗണ്ട്. അപ്പൊ പിന്നെ എന്താണ് പോയി നോക്കിയിട്ടുണ്ട്. നോക്കിയപ്പോ എന്താ തോട്ടിൽ കൂടെ വെള്ളം പോകുന്നതിന്റെ ഒച്ചയാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പൊ അത് കാണാനായിട്ടാണ് രാവിലെ ഇറങ്ങിയത്. തോട്ടും വക്കിലല്ല, ഒച്ചാണോ ആട്ടും കാട്ടാണോ എന്നറിയാതെ എന്തോ ഒരു സാധനങ്ങൾ ഇരിക്കുന്നത് കേട്ടാ. കാര്യമായിട്ട് കാണേണ്ട കാഴ്ചയൊന്നുമില്ല, വെറുതെ വെള്ളത്തിന്റെ സൗണ്ട് കേട്ടപ്പോൾ വെള്ളം കാണാൻ ഒരു പോയി. അപ്പോൾ വെറുതെ ചുമ്മാ വന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ നിങ്ങൾ നോക്കിയപ്പോൾ ദേ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്ത് രസമല്ലേ കാണാൻ. ഈ വെള്ളത്തിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ദേ കാണുന്ന പാറയുടെ കാര്യമാണ് കേട്ടോ. അത്ര രസമൊന്നുമില്ല, എന്നാലും ചുമ്മാ പറയാനേ. ഞങ്ങൾക്ക് ഇതൊക്കെ ദിവസം കണ്ടിട്ട് ഒരു വലിയ പുത്തിരി ഒന്നുമില്ല. പക്ഷേ പുറത്തുനിന്ന് ആൾക്കാർക്ക് വരുമ്പോൾ അതൊക്കെ ഭയങ്കര അതിശയവും ഭയങ്കര കാഴ്ചയും ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ അവിടെ. ഇനി പാറക്കൂട്ടം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ ആൾ താമസമില്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് വിചാരിക്കല്ലേ കേട്ടോ. ഇതിനപ്പുറം അങ്ങ് ചുറ്റി 40-45-50 വീടുകൾ നിരന്നുണ്ട് കേട്ടോ അതിനുള്ളിലൊക്കെ. അച്ഛനാണ് കേട്ടോ നിൽക്കണത്. ചെടിയെ കുറിച്ച് തൂങ്ങി നിൽക്കുകയല്ല, വണ്ടിയിൽ വരുമ്പോൾ വണ്ടിക്ക് തട്ടിയിട്ട് കുറേ കൊമ്പും കായും ചെടിയൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പം അതൊക്കെ വെട്ടിക്കളയാണ് കേട്ടോ അച്ഛൻ. എങ്കിൽ പിന്നെ അങ്ങ് മുകളിലുള്ള ആ തൊടിയിലും പറമ്പിലൊന്നും വെറുതെ ചുമ്മാ ഒന്ന് പോയിട്ട് വരുന്ന വെച്ചിട്ട് ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേ നിറയെ തെങ്ങും നല്ല പട്ടയുള്ള തെങ്ങും ഇവിടെ നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ആ തെങ്ങിൽ പട്ടയ പോലെ മാത്രമല്ല കേട്ടോ, നല്ല തെങ്ങും തേങ്ങയും ഒക്കെ നന്നായി നിൽക്കുന്നുണ്ട്. ആർക്കോ വേണ്ടി, ആരോടാണോ ആ തെങ്ങിന് ഇത്രയും വിരോധം, എന്തിനു വേണ്ടിയാണോ ഇങ്ങനെ നിൽക്കുന്നത്? നമുക്കതിൽ വിഷമമൊന്നും ഇല്ല കേട്ടോ, കണ്ടപ്പോൾ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ നിന്നും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ ഇവിടുത്തെ കാഴ്ച. അങ്ങനെ തെങ്ങിനെയും കുറ്റം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടോ അപ്പുറത്ത് ആ കാഴ്ച കണ്ടതേ കിടക്കുന്ന ഒരു കുഴി. ഇതെന്തിനാ മയൂകിനി വെള്ളം കളയണ? കൊതുക് വന്ന് കരുകും, അതുകൊണ്ടാ. അപ്പം ഇനി മഴ പെയ്യുമ്പോൾ ഇന്നറിയില്ലേ, അപ്പം എന്ത് ചെയ്യും? അവള് പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ആ കുഴി ഒരു നിസാര കുഴിയായിട്ട് കണ്ടിട്ടോ. പിന്നെ അതിൽ വെള്ളം കളഞ്ഞപ്പോൾ അത് വലിയ ആഴത്തിലാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് അച്ഛൻ്റെ അമ്മായിയൊക്കെ ഈ പറമ്പിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട്, ഇപ്പോഴല്ല. അപ്പോൾ അന്നിവിടെ ആൾ താമസമുള്ള സ്ഥലമാണ്. പണ്ട് കാലത്ത് പൊടികളൊക്കെ ഇടിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുഴിയാണ് കേട്ടോ അത്. പിന്നെ നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് പൂവിലെ തേനൊക്കെ കുടിക്കണം. രാവിലെ തന്നെ തേന് കുടിക്കാൻ ഇറങ്ങിക്കാണ്. വേറെ പണിയൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. അല്ല, ഞങ്ങളിപ്പോൾ വേറെ പണിയൊന്നുമില്ല, വെറുതെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയേക്കല്ലേ. ഇപ്പം അതിനും കുറ്റം പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം, അതിനും ജീവിക്കണ്ടല്ലോ. അങ്ങനെ അതും പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇത് ഈ കുഞ്ഞു തവളക്കുട്ടീനെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.